നിങ്ങളുടെ ഏവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ രണ്ടാമത്തത് ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് ഉന്നയിച്ച ആരോപണമാണ്. കേരളം മുഴുവൻ സമരം നടത്തി അവിടെ വെള്ളം ഊറ്റുന്നതിനെതിരായി കൊക്കോല കമ്പനിക്കെതിരായി സമരം നടത്തി ആ കമ്പനിയെ ഇവിടുന്ന് പറഞ്ഞയച്ചതാണ്. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും ബ്രിട്ടാസായ മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. അവിടെയാണ് അതിനേക്കാൾ കൂടുതൽ വെള്ളം ഊറ്റുന്ന. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എനിക്ക് മനസ്സിലാകാത്തത് നാട്ടിലുള്ള മുഴുവൻ തട്ടിപ്പുകാരും കൃത്യമായി ശ്രീ പിണറായി വിജയന്റെ വട്ടത്തിൽ എങ്ങനെയാണ് വന്നുകൂടുന്നത് എന്നാണ്. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാൽ മനസ്സിലാവും. ഭൂഗർഭജലം അടക്കം അവിടെ ചൂഷണം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരത്തിലുള്ള ഒരു പ്രദേശത്തേക്ക് ഇങ്ങനൊരു പദ്ധതി ഒളിച്ചു കടത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫ്രീഡ്സ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈൻ പ്ലാന്റ് എന്നിവ ആരംഭിക്കുന്നതിനുള്ള അനുവാദം കൊടുത്തു. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഈ പറഞ്ഞതുപോലെ കേന്ദ്രാനുമതിയുള്ള സ്ഥാപനം എന്ന് പറയുമ്പോൾ കേന്ദ്രാനുമതി എന്തിനാണ് എന്നപ്പോൾ ഉണ്ണിപാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചല്ലോ. അതായത് പെട്രോളിയം പ്രൊഡക്റ്റ് കമ്പനിക്കുള്ള എഥനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അനുമതിയാണുള്ളത്. അയ്യോ, കഷ്ടമായി പോയി. ഇപ്പോൾ ഓയിൽ കമ്പനികളുടെ പിന്തുണയുണ്ടെന്നാണ് പറയുന്നത്. ഏത് ഓയിൽ കമ്പനിയാണ് ഇവരെ പിന്തുണച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. നമ്മുടെ ആ പൂവരണി നമ്പൂതിരി, ഏത് ശ്രീ പിണറായി വിജയനെ പറ്റി കവിത എഴുതിയ പൂവരണി നമ്പൂതിരിയും കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് കവിത എഴുതിയ പൂവത്തൂർ ചിത്രസേനെ കൊണ്ട് ഒരു കവിതയും കൂടെ എഴുതിക്കേണ്ടുന്ന കുഴപ്പം മാത്രമേ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ സർക്കാർ ചെയ്തു കൊടുക്കാനായിട്ട് ബാക്കിയുള്ളൂ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ വിഷയത്തിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഡർട്ടി ഹേസ്റ്റ് ഉണ്ട്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭ കൂടി 48 മണിക്കൂറുകൾക്കുള്ളിലാണ് അല്ലെങ്കിൽ അതിനുശേഷമാണ് ഉത്തരവുകളായി മാറുന്നത്. എന്നാൽ ഈ പ്രത്യേകമായ സ്ഥാപനവുമായിട്ടുള്ള സർക്കാരിൻ്റെ ഉടമ്പടിയെ സാധൂകരിക്കുവാൻ വേണ്ടി 15-ാം തീയതി മന്ത്രിസഭാ യോഗം ചേരുന്നു. 16-ാം തീയതി 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഉത്തരവും വരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ശുഷ്കാന്തി. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, അൽ കമലാസനൻ. 98-ലാണെന്ന് തോന്നുന്നു അവസാനത്തെ ലൈസൻസ് കൊടുക്കുന്നത്. അത് നടപ്പിലാക്കുന്നത് AK ആന്റണിയുടെ കാലത്താണ് കേട്ടോ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അത് 2003-ൽ AK ആന്റണിയുടെ കാലത്താണ് അനുവാദം കിട്ടുന്നത് എന്നത് പ്രത്യേകം ഓർമ്മിക്കണം. മലബാർ ഡിസ്റ്റിലറി AK ആന്റണിയുടെ കാലത്താണ് 2003-ൽ. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ഈ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ നിർമ്മാണശാലകൾ കേരളത്തിൽ ഉണ്ടാവുന്നത് എന്തോ വലിയ പാപഭാരമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള മദ്യ വിഭവങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് നോക്കൂ. അതിൽ ഏറ്റവും കൂടുതൽ ബിയർ ഉൽപ്പാദനം കേരളത്തിൽ വളരെ കുറവാണ്. ഇപ്പോഴും കേരളത്തിൽ യുണൈറ്റഡ് ബെവറേജസ് പാലക്കാട് ഇതേ പറയുന്ന പ്രദേശത്തെ കഞ്ചിക്കോട് പ്രദേശത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കിങ്ഫിഷർ അടക്കമുള്ള ബ്രാൻഡുകൾ അവിടെയാണ് അവരുടെ ബിയർ ഉൽപ്പാദിപ്പിക്കുന്നത്. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? പ്രവർത്തിക്കുന്നു. അമൃത ഡിസ്റ്റിലറീസ് എന്ന് പറയുന്ന മറ്റൊരു ഡിസ്റ്റിലറി യൂണിറ്റ് ഇതേ പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ലാതിരിക്കുകയും 500 കിലോ ലിറ്റർ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രൂവറി പ്ലാന്റ്, 4 ഘട്ടങ്ങളിലായിട്ടുള്ള ബ്രൂവറി പ്ലാന്റ് 600 കോടി രൂപ മുടക്കിൽ നിർമ്മിക്കാൻ വരികയും അത് പാലക്കാട്ടെ കർഷകരിൽ നിന്ന് സംഭരിച്ച് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പദാർത്ഥങ്ങൾ, അതായത് വെജിറ്റബിൾ, ഉപയോഗശൂന്യമായ മറ്റു വെജിറ്റബിൾ, ഇതെല്ലാം ഫെർമെന്റ് ചെയ്യുന്നതിനും ഇത് ഡിസ്റ്റിൽ ചെയ്യുന്നതിനും ബ്രൂ ചെയ്യുന്നതിനും ബ്രോക്കൺ റൈസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം. അതായത് കർഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കർഷകർക്ക് ഗുണകരമായ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നം, അപ്പോൾ നമുക്കറിയാം തൊട്ടടുത്ത് പൊള്ളാച്ചി മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറി ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വിഭവങ്ങളെ അവിടെ ഉപയോഗിച്ചുകൊണ്ട് 600 കോടി രൂപ നിർമ്മാണ ചെലവിൽ ഒരു ബ്രൂവറി യൂണിറ്റ് സ്ഥാപിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ തൊഴിൽ സംരംഭം ഉണ്ടാകുന്നു. അതിനുമപ്പുറം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന മദ്യത്തിൽ GST ഭീമമല്ലേ? ആ GST ഒക്കെ പോകുന്നത് എവിടെയാണ്? മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, മധ്യപ്രദേശിലേക്ക് പോവുകയാണ് GST, മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ് ഈ പറയുന്ന GST. അതെന്തുകൊണ്ട് കേരളത്തിൽ നിർത്തിക്കൂടാ എന്നുള്ളതാണ് പ്രശ്നം. ഈ പണം ഉണ്ടെങ്കിലല്ലേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റൂ. ഇവിടുത്തെ ആശുപത്രികളിൽ നിങ്ങൾക്ക് കേവലം മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ, മരുന്ന് കൊടുക്കാൻ സാധിക്കൂ. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ.
എഥനോൾ നിർമ്മാണത്തിനുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ഈ ഒയാസിസ് കമ്പനി എന്ന് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. മറ്റൊരു കമ്പനിയും ഈ പറയുന്ന പ്രോജക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ല. പാലക്കാട് നിയോജകമണ്ഡലത്തിന്റെ പ്രത്യേകത, പാലക്കാട് ജില്ലയിലെ മൊത്തത്തിലുള്ള പ്രത്യേകത, വലിയ തോതിൽ ജലദൗർലഭ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അയ്യോ കഷ്ടമായി പോയി. ഈ കമ്പനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന തമിഴ്നാട്ടിലും കർണാടകയിലും ലൈസൻസ് ഉണ്ട്. അല്ല, മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇതിന് ലൈസൻസ് ഇല്ലേ? ഉണ്ടാവും. പഞ്ചാബിൽ ലൈസൻസ് ഇല്ലേ? ഉണ്ടാവും. പഞ്ചാബിൽ എപ്പോഴാണ് ലൈസൻസ് കിട്ടിയത്? അമരീന്ദർ സിംഗ് ഭരിക്കുന്ന സമയത്താ. അവിടെ ഇവനൊക്കെ ജനിച്ചതിന് ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. 2 കോടി ലക്ഷം ലിറ്റർ വെള്ളം പാലക്കാട് നിന്ന് എടുത്തിട്ടാണ് അവിടെയുള്ള ബിയറും കിങ് ഫിഷറൊക്കെ ബിയർ ഉണ്ടാക്കി പുറത്തേക്ക് വെക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ആ ഏരിയ ജില്ലയിൽ ഒരു വ്യവസായം ഇല്ല എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ വരുന്നത്. അങ്ങനെയൊന്നുമല്ല, പാലക്കാട് നല്ല രീതിയിൽ വ്യവസായമുണ്ട്. അവിടെ വെള്ളം കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന വ്യവസായം, കോളയും പെപ്സി ഉണ്ട്. എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മളൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. കേരളത്തിൽ ഒരു വ്യവസായം വരാൻ സമ്മതിക്കുന്നില്ല. ഒറ്റ വാക്കാണ് അഴിമതി, അഴിമതി. ഈ കാര്യത്തിൻ്റെ അകത്ത് എവിടെ അഴിമതി ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയത്? 3 ദിവസമായാലും അഴിമതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ സമയം വരെ അഴിമതി എന്താണെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു.